കാലുഷ്യത്തിന്റെയും ഒപ്പം അശാന്തിയും വിതച്ച ഈ സംഘർഷത്തിന്റെ നെക്സ്റ്റ് ഫേസ്, അടുത്ത ഘട്ടം എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം താജ് ആലുവ തുടരുന്നുണ്ട്. ശ്രീ താജ് ആലുവ, എന്തുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ തെരഞ്ഞെടുത്ത് നിരന്തരം അറ്റാക്ക് ചെയ്യുന്നു ഇറാൻ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി വന്നിരുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധരാവാൻ അമേരിക്കയും ഇസ്രായേലിനെയും പ്രേരിപ്പിക്കുകയോ ഒരു സമ്മർദ്ദം ചെലുത്തുകയോ വഴി വേഗത്തിലൊരു സമാധാനത്തിലേക്ക് പോകാൻ കഴിയും എന്ന ഒരു തോട്ട് ഇതിന് പിറകിലുണ്ട് എന്നൊരു വാർത്ത വന്നിരുന്നു. ആ നിലക്ക് ഒരു സമാധാനത്തിലേക്ക് വേഗത്തിൽ പോകാൻ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നുണ്ട്? പ്രത്യേകിച്ച് മുമ്പൊക്കെ പശ്ചിമേഷ്യയിൽ എന്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാലും സന്നദ്ധതയുമായാലും മധ്യസ്ഥതയുമായി ആദ്യം ഇറങ്ങാറുള്ളത് ഖത്തറായിരുന്നു. ഖത്തറിൻ്റെ ഒക്കെ പൊസിഷൻ എന്താണ് ഇപ്പോഴത്തെ? ഏറ്റവും ഒടുവിൽ ഒരു ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമായി എന്ന വിവരം ട്രംപ് പറയുന്നുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രിയെ വിവരങ്ങൾ അറിയിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ നീക്കങ്ങൾ എത്ര കണ്ട് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്? അപ്പം ഇതിൽ തുർക്കിയുടെയൊക്കെ ഒരു റോളും ഒരു ഇടപെടലും ഒക്കെ എങ്ങനെയായിരിക്കും? നോക്കൂ, ഈ യുദ്ധം ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ, അതല്ലെങ്കിൽ അതിന്റെ അവസാനവട്ട ചർച്ചകൾ ഒമാനിലേക്ക് മാറ്റുന്നതിന് മുമ്പ് വരെ ഖത്തറും തുർക്കിയും ഒമാനും കൂടി ചേർന്നാണ് ഈ പറയുന്ന മാധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിയിരുന്നത്. അതായത് ഒമാനിൽ ആ ചർച്ച തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിക്കുകയും പ്രസിഡന്റ് മഹ്മൂദ് പെഷസ്കിയാനുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. അതേ താല്പര്യവും സന്നദ്ധതയും ഇപ്പോഴും ഖത്തർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പല മേഖലകളിലും. കാരണം ഇത്തരം ചർച്ചകളുടെയൊക്കെ ഒരു സ്വഭാവം പലതും വളരെ പുറത്ത് നമുക്ക് പ്രകടമാകുന്ന രൂപത്തിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. പക്ഷെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇത്തരം ധാരാളം നീക്കങ്ങൾ നടക്കുന്നു, സമാധാന സംഭാഷണങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ ഈ ഗൾഫ് മേഖലയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം, ഈ അമേരിക്കൻ ബേസുകൾ ആക്രമിച്ചതിന് ശേഷം അത്തരം സമ്മർദ്ദം പല രൂപത്തിലായിട്ട് ഗൾഫിലെ വിദേശകാര്യമന്ത്രിമാർ ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് GCCയിലെ വിദേശകാര്യമന്ത്രിമാർ ആ വിഷയത്തിൽ കൃത്യമായ ഏകോപനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തുർക്കിയും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒമാനാണ് അവസാനമായി ഈ ചർച്ചകൾക്കൊക്കെ ഒരു മധ്യസ്ഥത വഹിച്ചത്. പ്രത്യേകിച്ച് സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജറാദ് കുഷ്ണറുമായിട്ടുള്ള അബ്ബാസ് അറാഖ്ജിയുടെ ചർച്ചയ്ക്ക് ഹോസ്റ്റ് ചെയ്ത് അതിനെ പരസ്പരം കേട്ട്, കാരണം നേരിട്ടുള്ള പ്രത്യക്ഷമായ ഒരു ചർച്ചയ്ക്ക് പകരം എല്ലാവരും ഒമാൻ വിദേശകാര്യമന്ത്രിയോട് കാര്യങ്ങൾ പറയുകയും അദ്ദേഹം തിരിച്ച് രണ്ടു കൂട്ടരുമായി പ്രത്യേകം സംഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഇപ്പോഴും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയെ തന്നെയാണ് ഈ വിഷയത്തിലും അമേരിക്കയും ഇറാനും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, ട്രംപ് പറയുന്നത് താൻ ഭരണകൂടത്തിലെ മറ്റ് ചില, അതായത് ഉള്ള നേതൃത്വവുമായി സംസാരിച്ചു, അവർ കീഴടങ്ങാൻ സന്നദ്ധമാണ്, അല്ലെങ്കിൽ കാരണം ട്രംപിന്റെ ഒരു സ്വതവേയുള്ള ശൈലി അനുസരിച്ച് ഒരു കീഴടങ്ങലിന് ഇറാൻ തയ്യാറായ മട്ടിലുള്ള ഒരു ചർച്ചയ്ക്കാണ് ഇറാൻ സന്നദ്ധമായത് എന്ന അർത്ഥത്തിലാണ് ട്രംപ് ആ വാർത്ത പുറത്തുവിട്ടത്. പക്ഷെ അങ്ങനെയല്ല വാസ്തവം എന്ന് നമുക്ക് ഇത്തരം നീക്കങ്ങളുടെ പിന്നിൽ, പ്രത്യേകിച്ച് IRGCയുടെ ഒക്കെ റവല്യൂഷണറി ഗാർഡിന്റെ ഒക്കെ നീക്കങ്ങളുടെ പിന്നിൽ നടക്കുന്ന അത്തരം സംഭവങ്ങളെ കുറിച്ച് വിശദമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നേരത്തെ തന്നെ അങ്ങനെ കീഴടങ്ങാമായിരുന്നുവെങ്കിൽ ഇറാൻ അത് നേരത്തെ തന്നെ ആകാമായിരുന്നു, അത്തരം ചർച്ചകൾക്ക് നേരത്തെ തന്നെ സന്നദ്ധമാകാമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം ശക്തമാക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകളെ മാത്രമല്ല, അമേരിക്കൻ പ്രത്യേകിച്ച് ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ തന്നെ, യുദ്ധ സംവിധാനങ്ങളെ തന്നെ നേരിട്ട് ആക്രമിക്കാനുള്ള നീക്കം നടക്കുന്നു. അതാണ് ഈ അടുത്ത് ഈ ഖാംനയുടെ വധശേഷം അലി ലാരിജാനി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന അതാണ്. ഇതുവരെ അമേരിക്ക കണ്ടിട്ടില്ലാത്ത അത്ര ശക്തമായ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് അടുത്തതിന് ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പൊ അതൊരു വീമ്പ് പറച്ചിലായിട്ട് സാധാരണഗതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ മുമ്പ് അങ്ങനെ പല വീരവാദങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയുടെ, റഷ്യയുടെ ഒക്കെ അതിശക്തമായ പിന്തുണ ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൈനക്കറിയാം ഇവിടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇറാനെ ആക്രമിക്കുന്നതിലൂടെ അതിന്റെ പിന്നിലെ ഒരു ലക്ഷ്യം ചൈന തന്നെയാണ്. കാരണം
ചൈനയ്ക്ക് ആണ് ഇറാൻ ഏറ്റവും അധികം എണ്ണ വിതരണം ചെയ്യുന്നത്. അതായത് പിന്നെ ഓയിൽ ഫോർ വെപ്പൺസ് എന്ന ഒരു ഡീലിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള അമേരിക്കൻ ഉപരോധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇറാൻ എണ്ണ സപ്ലൈ ചെയ്യുന്നത് ചൈനയ്ക്കാണ്. അപ്പോൾ ചൈനയുടെ ഒരു ഊർജ്ജ സ്രോതസ്സിന് കാര്യമായ ഭംഗം വരുത്തുക, അതിനെ തടയിടുക എന്ന ആ ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ അകത്തുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് തന്നെ തങ്ങളെ US ആക്രമിക്കും, അല്ലെങ്കിൽ US-ഉം ചൈനയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഏത് സന്ദർഭത്തിലും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ചൈനക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുന്നതിന് മുൻകൈയെടുത്ത് അത് വിജയിക്കുകയാണെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയായിരിക്കും. എന്ന് മാത്രമല്ല, ആ വിജയത്തിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്ക് നേരെ അമേരിക്കൻ ഭരണകൂടം പ്രത്യേകിച്ച് തൈവാന്റെ വിഷയത്തിൽ തിരിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ചൈന കണക്കൂട്ടുന്നുണ്ട്.